കങ്കുവ എന്ന് പറയുന്ന നല്ല ആട്ടുംകുണ്ട് പടത്തിന് ശേഷം സൂര്യയുടെ അടുത്ത പടം വരുന്നതാണ് റെട്രോ. മെയ് 1 സിനിമ റിലീസ് ചെയ്യണത്. കാർത്തിക് സുബ്രാജാണ് ഡയറക്ട് ചെയ്യുന്നത്. പൂജ ഹെഗ്ഡെയാണ് നായികയായിട്ട് വരുന്നത്. ഈ സിനിമയുടെ കാര്യം പറയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സൂര്യ ഫാൻസിനും അല്ലെങ്കിൽ സിനിമ പ്രേമികൾക്കും ഒക്കെ ഒരു ടെൻഷനാണ്. കാരണം സൂര്യയുടെ കരിയറിലെ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഡിസാസ്റ്റർ ആയിരുന്നു കങ്കുവ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അവർ നടത്തിയിട്ടുള്ള പ്രൊമോഷൻസും ഈ പ്രൊമോഷൻസിൽ വന്നിട്ട് സൂര്യ അല്ലെങ്കിൽ അലകുകളൊക്കെ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. സത്യത്തിൽ നമ്മളും വിശ്വസിച്ച് പോയിട്ടുണ്ടായിരുന്നു കങ്കുവ ഒരു മെഗാ ബമ്പർ സംഭവമായിരിക്കുന്നു. കാരണം സൂര്യ ഓടി നടന്ന് പ്രൊമോഷൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊരു കാര്യം. രണ്ടാമത് ഈ പടത്തിന്റെ പ്രൊഡ്യൂസർ അതായത് KE ജ്ഞാനവേലരാജ മറ്റേ ഓഡിയോ ലോഞ്ചിന് വന്നിട്ടുള്ള ആൾക്കാരോടൊക്കെ പാസ് എടുത്ത് വെക്കാനും നമ്മൾ 1000 crore ക്ലബ്ബിൽ പടം കയറുമ്പോൾ സെലിബ്രിറ്റി ചെയ്യും, അപ്പൊ ഈ പാസ് ഉള്ളവരൊക്കെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം ട്രോൾസ് പിന്നീട് ആ പടം ഫ്ലോപ്പായി കഴിഞ്ഞപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രമാത്രം പ്രതീക്ഷ ഈ സിനിമയുടെ ക്രൂവിനും മൊത്തം ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് സൂര്യക്ക്. കാരണം ഞാൻ ഇന്നേ വരെ സൂര്യ ഒരു സിനിമയ്ക്കും ഇത്രമാത്രം കോൺഫിഡന്റ് ആയിട്ട് ഒരു അനൗൺസ്മെന്റ് നടത്തണം അല്ലെങ്കിൽ കോൺഫിഡന്റ് ആയിട്ട് ആ പടത്തിനെ പറ്റി പറയേണ്ടത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതായത് എല്ലാവരും വാ പുറന്ത് പാക്കപ്പോറാറെ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് എന്താണ്ടായിരുന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. സത്യം പറഞ്ഞ പുള്ളിയുടെ അവസ്ഥ ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടം തോന്നും. കാരണം ഒരു 10 years ബാക്ക് നോക്കുമ്പോൾ എവിടെ നിന്നിരുന്ന മനുഷ്യനാണെന്നുള്ളത് നമുക്കറിയാം. ഇന്ത്യൻ സിനിമയിൽ ആക്ടിംഗ് വൈസും സ്റ്റാർഡം വൈസും ഒരേപോലെ മിന്നിക്കാൻ പറ്റുന്ന ഒരു കഴിവുള്ള ഏറ്റവും സൂപ്പർ സ്റ്റാർ ലെവലുള്ള നടനാണ് സൂര്യ. ഒരു 10 years ബിഫോർ വരെ നമ്മൾ പുള്ളിയുടെ സിനിമകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ വൈസും എക്സ്പെരിമെന്റ് വൈസും ഒക്കെ പുള്ളി എടുക്കുന്ന എഫേർട്ടുകളും അതിന് കിട്ടുന്ന റിസപ്ഷൻ ഒക്കെ നല്ലതായിരുന്നു. പക്ഷെ പുള്ളിയുടെ കരിയർ ഗ്രാഫിൽ ഉണ്ടായിട്ടുള്ള ഡൗൺഫോൾ നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അതായത് ടൂ മച്ച് എക്സ്പെരിമെന്റ് സിനിമകൾ ചെയ്തതോടുകൂടിയിട്ടാണ് എനിക്ക് തോന്നുന്നു പുള്ളിയുടെ ഒരു എന്താ പറയുക ഫിലിമോഗ്രാഫിയിൽ ഭയങ്കര മങ്ങലായിട്ടുള്ളത്. ടൂ മച്ച് എക്സ്പെരിമെന്റ്. നമുക്ക് എക്സ്പെരിമെന്റ് സിനിമകൾ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടായിട്ടല്ല, അതൊരു നടൻ എന്ന വയസ്സ് ഇപ്പോഴും വേണം. പക്ഷെ അതിനേക്കാൾ ഉപരി എന്റെ കൺസെപ്റ്റിൽ ഞാൻ പറയുന്നത് ഒരു സ്റ്റാർഡത്തിനെ നമുക്ക് കിട്ടാനായിട്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഇപ്പോൾ ഒരു നടനാവാനെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് നടന്മാരെ കിട്ടും, സൈഡ് ക്യാരക്ടേഴ്സ് ആയാലും അല്ലെങ്കിൽ നല്ല രീതിയിൽ. പക്ഷെ ഒരു സ്റ്റാർഡം ഒരു നടന് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഭാഗ്യമുള്ളവർക്ക് മാത്രമേ കിട്ടുള്ളൂ. ആ ലെവലിൽ സൂര്യക്ക് നല്ല ഭാഗ്യം ഉണ്ടായിരുന്നു, നല്ല ഹാർഡ് വർക്ക് ഇതിനകത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പുള്ളി തന്നെ എന്താ പറയാ നശിപ്പിക്കുന്ന ലെവലിലാണ് നമ്മൾ പിന്നീട് പടങ്ങൾ കണ്ടുള്ളൂ. പുള്ളി മനഃപൂർവ്വം നശിപ്പിക്കാനായിട്ട് പടങ്ങൾ ചെയ്യുക. പക്ഷെ പുള്ളിയുടെ സ്ക്രിപ്റ്റ് സെലക്ഷൻസും സിനിമകളുടെ സെലക്ഷൻസും അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. കാരണം 2010-11 കാലഘട്ടത്തിൽ വിജയ്, സൂര്യ, അജിത്ത് എന്നുള്ളത് ഒരു കാറ്റഗറി അല്ലെങ്കിൽ ഒരു ടയറിലാണ് പറഞ്ഞിരുന്നത്. പിന്നീട് അവിടെ നിന്ന് വിജയ് കയറിയിട്ടുള്ള കയറ്റവും ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അജിത്ത് കൺസിസ്റ്റന്റ് ആയിട്ട് ആ ഒരു ലെവലിൽ പിടിച്ചു പോകുന്നുണ്ട്. സൂര്യ എന്ന് പറയുന്ന നടൻ ഇപ്പൊ ശിവകാർത്തികേയന് താഴെ ലെവലിലേക്ക് വരേണ്ട ലെവലിലാണ് സിനിമകളുടെ പോയിക്കൊണ്ടിരിക്കുന്നത്. മൊത്തത്തിലൊരു ഫാൻസിന്റെ പവർ ഒക്കെ ടോട്ടലി കുറഞ്ഞൊരു അവസ്ഥ എങ്കിൽ കൂടിയിട്ട് ജെന്യൂൻ ആയിട്ടുള്ള ഫാൻസ് പുള്ളിക്ക് ഉണ്ട്. പക്ഷെ പുള്ളിക്ക് ഇനിയും ഒരു തിരിച്ചു വരവിനുള്ള നല്ല ചാൻസസ് ഉണ്ട്. പുള്ളി അത് വിചാരിച്ചിരുന്ന സിനിമയായിരുന്നു കങ്കുവ. പക്ഷെ ആ കങ്കുവ സിനിമ ഭയങ്കര വട്ടർ ഫ്ലോപ്പായി മാറി. ശിവ എന്ന് പറയുന്ന ഡയറക്ടറുടെ കരിയറിൽ ഏറ്റവും മോശം സിനിമയായി. സൂര്യ എന്ന് പറയുന്ന ഒരു നടന്റെ കരിയറിൽ ഇത്രയും ഫ്ലോപ്പ് പടം ഉണ്ടെന്ന് എനിക്ക് വേറെ തോന്നുന്നില്ല. തിയേറ്ററിക്കൽ വൈസ് സിനിമകൾ ഹിറ്റ് ആയിട്ടില്ലെങ്കിൽ കൂടി സൂര്യയുടെ പടങ്ങൾക്ക് നല്ല എന്താ പറയുക റിപ്പോർട്ട്സ് ഉണ്ടായിരുന്നു. 24 ആണെങ്കിലും മാട്രാൻ ആണെങ്കിലും അതൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അതല്ലെങ്കിൽ KV ആനന്ദിന്റെ ലാസ്റ്റ് ഇറങ്ങിയിട്ടുള്ള സിനിമ ഉണ്ടല്ലോ നമ്മുടെ മോഹൻലാലായിട്ട്, ആ പുള്ളി ആ പടങ്ങളൊക്കെ ചെയ്യണതൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള ആളുകളുണ്ടായിരുന്നു. പക്ഷെ കങ്കുവ എന്ന് പറയുന്ന സിനിമ ഒരാൾ പോലും നല്ലത് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ സൂര്യക്ക് അടുത്ത ഈ പ്രൊമോഷന് വേണ്ടിയിട്ട് April 18 ഇതിന്റെ സിനിമയുടെ ഓഡിയോ ലോഞ്ചും ട്രെയിലർ ലോഞ്ചും ഈ വരുന്ന April 18 നടക്കുന്നുണ്ട്. ഈ മാസം ലാസ്റ്റോട് കൂടി കേരളത്തിൽ പ്രൊമോഷൻ വരുന്നതാണ് പറയുന്നത്. വൺ റിസപ്ഷൻ ആണ് കങ്കുവയുടെ പ്രൊമോഷന് വേണ്ടി എത്തിയപ്പോൾ ലുലുവിലൊക്കെ ഉണ്ടായിരുന്നു. 1 crowd. പുള്ളി അത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കേരളത്തിൽ മാത്രം. കാരണം കേരളത്തിൽ അത്രമാത്രം ഫാൻ ബേസ് ഉണ്ട്. അപ്പൊ എന്തായാലും റെട്രോ എന്ന് പറയുന്ന സിനിമ കാർത്തിക് സുബ്രാജ് ആയതുകൊണ്ടാണ് ആളുകൾക്ക് എല്ലാവർക്കും ഒരു പ്രതീക്ഷ ഉള്ളത്. കാരണം കാർത്തിക് സുബ്രാജിന്റെ ഡയറക്ഷൻ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, സിനിമകളും നല്ലതാണ്. ഈ കാർത്തിക് സുബ്രാജ് വരെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത് I think people will like the film after പേട്ടയ്ക്ക് ശേഷം ഈ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് പുള്ളി പറഞ്ഞത്. കാരണം ഔട്ട് ആൻഡ് ഔട്ട് കൊമേഴ്ഷ്യൽ പടമായിട്ട് മെയിൻ സ്ട്രീമിലേക്ക് എന്റെ പേട്ടയ്ക്ക് ശേഷമുള്ള പടമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ജനങ്ങൾ നല്ല രീതിയിൽ റിസീവ് എന്നുള്ള പ്രതീക്ഷയിലാണ് കാർത്തിക് സുബ്രാജ് ഇരിക്കുന്നത്. പിന്നെ നമ്മുടെ എന്താ പറയാ രാശിയില്ലാത്ത പൂജ ഹെഗ്ഡെയാണ് നായിക എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിലൊന്നും നമുക്കൊരു ഇതൊന്നുമില്ല. കാരണം പൂജ ഹെഗ്ഡെ നായികയായിട്ടുള്ള സിനിമയാണ് വൈകുണ്ഠപുരം അല്ലു അർജുന്റെ. അതൊക്കെ നോൺ ബാഹുബലി ഹിറ്റാണ്, ഏറ്റവും വലിയ ഹിറ്റാണ് ആന്ധ്രയില് ബാഹുബലി അല്ലാണ്ട് വെച്ച് നോക്കുമ്പോൾ. അപ്പൊ അങ്ങനെയില്ല, സ്ക്രിപ്റ്റ് വൈസും സിനിമയുടെ ടോട്ടൽ ടോട്ടാലിറ്റി നോക്കുമ്പോഴാണ് അതൊക്കെ വരിക. എന്തായാലും റെട്രോ എന്ന് പറഞ്ഞ സിനിമ May 1 റിലീസ് ചെയ്യുന്നുണ്ട്. എല്ലാവരും നല്ല പ്രതീക്ഷയിൽ തന്നെയാണ് നോക്കിക്കാണുന്നത്. രാവിലെ 8 മുതൽ ഫാൻ ഷോസ് കേരളത്തിൽ എല്ലായിടത്തും തുറന്നതാണ് ഇപ്പൊ കിട്ടിയിട്ടുള്ള വിവരം. എന്തായാലും ഫാൻ ഷോസ് ഒക്കെ കുറെ സ്ഥലങ്ങളിൽ ഫില്ലായി കഴിഞ്ഞു. റെട്രോയെ പറ്റിയുള്ള നിങ്ങളുടെ പ്രതീക്ഷകളും നിങ്ങളുടെ എക്സ്പെക്ടേഷൻസ് എന്താണെന്ന് പറ്റുമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. ഈ സിനിമനെ ഞാനും നല്ല രീതിയിൽ നോക്കി കാണുന്നുണ്ട്. സിനിമ നല്ല രീതിയിൽ ഹിറ്റായിട്ട് സൂര്യക്ക് ഒരു നല്ലൊരു ഗ്രേറ്റ് കംബാക്ക് കിട്ടട്ടെ എന്ന് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നു. സൂര്യയുടെ ഡൗൺഫോളിനെ പറ്റിയുള്ള ഒരു വീഡിയോ നമ്മൾ വേറെ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക.